നീറ്റ് അല്ലെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഈ വർഷം എഴുതിയത് 23.3 ലക്ഷം കുട്ടികളാണ് ഇന്ത്യയിൽ എഴുതിയത്. പലപ്പോഴും ഈ നീറ്റ് എക്സാം, പലപ്പോഴും എൻട്രൻസിൻ്റെ തട്ടിപ്പുകൾ, പലപ്പോഴും മാർക്ക് ലിസ്റ്റിൻ്റെ തട്ടിപ്പുകളൊക്കെ ഒന്ന് കാരണമുണ്ട്. പ്രത്യേകിച്ച് കോടതികളൊക്കെ, നമ്മുടെ കോടതികളിലൊക്കെ മാർക്ക് ലിസ്റ്റ് കോടതികൾ തന്നെ കുറേ നാൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മാർക്ക് തിരുത്തി ഒക്കെ അഡ്മിഷൻ നേടിയപ്പോഴാണ് ഇങ്ങനെയുള്ള നീറ്റ് എന്നുള്ള ഒരു എക്സാമൊക്കെ വന്നത്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിംഗ് കേന്ദ്ര ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ ഒരു വിഭാഗമായിട്ടാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. മെഡിക്കൽ സർവീസ് പരീക്ഷയിൽ MBBSനൊക്കെ അഡ്മിഷന് വേണ്ടി, നല്ല എലിജിബിൾ ആയിട്ടുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ച് ചെയ്യുന്നൊരു സംഭവമാണ് നീറ്റ്. പക്ഷേ നീറ്റ് ഇപ്പോൾ അഴിമതിയിൽ കുളിഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും ഇത് ഒരൊറ്റ എക്സാമിൽ കൂടെ, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഐസക് ന്യൂട്ടനെ കൊണ്ടുവന്നോ ഈ എക്സാം എടുപ്പിച്ചാൽ തീർച്ചയായിട്ടും ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ഇതിലൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പക്ക ഇത് ടെസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കാലിബറോ ഈ ഒരു എൻട്രൻസ് പരീക്ഷയിൽ അവൻ കറക്കി കുത്തി, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ടെക്നോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ആ ടാക്ടിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതുന്ന ആർക്കും കിട്ടുന്ന ഒരു സംഭവമാണ് നീറ്റ്. ഇതുകൊണ്ട് അയാളുടെ ഒരു പാഷനോ സ്കില്ലോ MBBSൽ ഉണ്ടാകുമെന്നോ അതൊന്നും നമുക്ക് തീർച്ചയായിട്ടും തെളിയിക്കുമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉണ്ടാക്കിയ ആൾക്കാർക്ക് പോലും ഇത് ശരിക്കും പറഞ്ഞത് ശരിയായിട്ട് ഉണ്ടാകുമെന്നുള്ള അറിയില്ല. ഒരു ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സാണ് കടന്നു പോകുന്നത്. പലപ്പോഴും ഇമോഷണൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ IQ, EQ, സ്പിരിച്വൽ കോഷ്യൻ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്റ്റുകളും കൂടെ ചേർന്നാൽ ഒരു നല്ല ഡോക്ടർ ആകത്തുള്ളൂ. പലപ്പോഴും അതുകൊണ്ടാണ് മനുഷ്യനെ അറുത്ത് മുറിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഉണ്ടാകുന്നത്. ഇതൊരു കൂടെ ശരിക്കും ഒരു MBBSന് വേണ്ട ഒരു കാൻഡിഡേറ്റ്സിൻ്റെ ഗുണങ്ങൾ, ഒരു MBBSന് വേണ്ട കാൻഡിഡേറ്റ്സിന് വേണ്ട പേഷ്യൻസി വേണം, അല്ലെങ്കിൽ അവൻ്റെ ടെക്നിക്കൽ നോഹവ് വേണം, സ്കില്ലുകൾ വേണം. ഇതെല്ലാം ഒരു നീറ്റിൽ കൂടെ ഒന്നും ചെക്ക് ചെയ്യപ്പെടില്ല. പലപ്പോഴും അനർഹരാണ്. ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവൻ അക്കാഡമിക്സിൽ പോലും വലിയ കഴിവില്ല, അവൻ എവിടെയെങ്കിലും ഒരു നല്ല കോച്ചിങ്ങിന് പോകാൻ കഴിവുള്ളതുകൊണ്ട് അവൻ പോകുന്നു. അല്ലെ ചുരുക്കം ചില കുട്ടികളുണ്ട്, പാവപ്പെട്ട കുട്ടികൾ പോലും പാസ്സാവുന്നുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പലപ്പോഴും പാവപ്പെട്ട നല്ല മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാവപ്പെട്ട സെക്ഷനിൽ നിൽക്കുന്ന ഒത്തിരി കുട്ടികൾ ഇതിന് എലിജിബിളാണ്. പക്ഷേ അവരൊന്നും ഇത്തരം ഒരു മത്സരത്തിനോ റാറ്റ് റേസിനോ പോകാത്തതുകൊണ്ട്, ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആകാത്തതുകൊണ്ട്, അങ്ങനെ കരുതാത്തതുകൊണ്ടും ഒക്കെ അവരവരുടെ കാലിബർ വെച്ച് അവർ ഒരുപാട് പണ്ടൊക്കെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് പേര് ഇങ്ങനെ നല്ല കാലിബറുള്ളവർ കടന്നുവിടുമായിരുന്നു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വന്നപ്പോൾ. ഇപ്പോൾ അങ്ങനെയുള്ള കാലിബറുള്ളവർ കടന്നുവിടുന്നില്ല. പലപ്പോഴും ഞാൻ ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. പലപ്പോഴും ഡോക്ടർമാരായിട്ട് വന്നിട്ട് അതിനോട്ടൊരു സ്കില്ലും ഇല്ലാതെ പാട്ടുകാരനായിട്ടും ഡാൻസുകാരനായിട്ടും ഒക്കെ നടക്കുന്ന ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ടാണ് ലീവ് എടുത്ത് വേറെ എന്തെങ്കിലും ഒരു സ്കോപ്പ് കിട്ടിയാൽ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഈ നീറ്റ് എന്ന് പറയുന്ന സമൂലം പൊളിച്ചു പണിയാണ്. ഒരു IAS എക്സാം പോലെ തന്നെ പറ്റുന്നതിൽ ഒരു നീറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ ടെസ്റ്റ് നടത്തുക, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ, പല സ്റ്റേറ്റിലും പല പാനലുകളിൽ വെച്ചൊരു ഇൻ്റർവ്യൂ നടത്തുക, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക, അവൻ്റെ കാലിബർ തെളിയിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്റ്റുകൾ. അവൻ്റെ പിന്നെ അക്കാഡമിക് മാർക്ക് കൂടെ വേണം എടുത്തുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ആവറേജ് എടുത്തിട്ടുള്ളവരെ വേണം അഡ്മിഷൻ എടുക്കാൻ. അല്ലാതെ ഇങ്ങനെ ഒരു ആകെ ഒരു എക്സാം നടത്തി അതിനകത്തോട് എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അവസാനം ഇപ്പോൾ CBI ഒക്കെ അത് കൈകാര്യം ചെയ്യാൻ പോകണം. ഇത് നടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് CBIയും അല്ലെങ്കിൽ പോലീസും ഒക്കെ കൂടെ ചേർന്ന് നടത്താനുള്ള പരിപാടികളാണ്. ഇതൊക്കെ ശരിയായ നടപടികളല്ല. വാസ്തവത്തിൽ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഫസർമാരുടെ കയ്യിൽ നിന്നൊക്കെ CBIയുടെ കയ്യിലോട്ടും അല്ലെങ്കിൽ പോലീസുകാരുടെ കയ്യിലോട്ടും ഈ IBയുടെ കയ്യിലോട്ടും പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് ആൾക്കാർ അസസ്സീസ് എടുക്കുക, ഇതാണ് നല്ല നീറ്റ് എക്സാമിന് എൻ്റെ